സുവിശേഷത്തിന്റെ പൊള്ളുന്ന വയലേലകൾ താണ്ടി ഇതാ അനേകം വൈദികർ ദൈവരാജ്യത്തിനായി സഞ്ചരിക്കുന്നു. ക്രിസ്തുവിന്റെ ദിവ്യമാം പ്രകാശം അവർ ഇരുൾ വീഴുന്ന പാതകളിൽ തെളിക്കുന്നു. ഇത് നാഗപ്പൂർ രൂപതയുടെ വൊക്കേഷൻ പ്രൊമോട്ടറും മൈനർ സെമിനാരിയുടെ വൈസ് റെക്ടറുമായ ഫാദർ ലിൻഡോ ചിറ്റിലപ്പള്ളി. തൃശൂർ സ്വദേശിയായ ഫാദർ ലിൻഡോ താൻ സേവനം ചെയ്യുന്ന സുവിശേഷ വയലുകളെക്കുറിച്ചും തന്റെ ദൈവവിളിയുടെ മഹത്വത്തെക്കുറിച്ചും നമ്മോട് പങ്കുവയ്ക്കുന്നു. ലിൻഡോച്ച, ശാലോം ടി വിയിലെ ജോഷു എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഫാദർ ലിൻഡോ പീറ്റർ ചിറ്റിലപ്പള്ളി. അച്ഛനിപ്പോൾ നാഗ്പൂർ രൂപതയുടെ ഭാഗമാണ്, രൂപതയിലെ വൈദികനാണ്. അച്ഛൻ്റെ വീട് എവിടെയാണ് അച്ഛൻ? എൻ്റെ വീട് തൃശ്ശൂർ അതിരൂപതയിലെ പുറനാട്ടുകര ഇടവകയിലാണ്. അവിടെ പുറനാട്ടുകര എന്ന് പറയുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരം അമല ഹോസ്പിറ്റലിനടുത്താണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് പറയാം? വീട്ടിൽ അപ്പൻ, അമ്മ, അനുജൻ, അനുജൻ്റെ ഭാര്യ, കൊച്ച് പുതിയതായിട്ട് ഞങ്ങളുടെ വീട്ടിൽ അംഗമായിട്ട് വന്നിരിക്കുന്നു. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ വീട്ടിലുള്ളവരുടെ പേരുകളൊന്ന്? അപ്പൻ്റെ പേര് പത്രോസ്, അമ്മയുടെ പേര് ആനി, അനുജൻ്റെ പേര് ലിയോ, അനുജൻ്റെ ഭാര്യയുടെ പേര് റിൻസി, ഞങ്ങളുടെ പുതിയ കുഞ്ഞുമായുടെ പേര് ആൻഡ്രോസ് ലിയോ. ആൻഡ്രോസ് ലിയോ മോളാണ്? അതെ, പെൺകുട്ടി. വെരി ഗുഡ്. അച്ഛൻ, ഞാൻ സ്നേഹപൂർവ്വം മറ്റൊരു കാര്യം ചോദിക്കുന്നത്, അച്ഛൻ വൈദികനായിട്ട് ഇപ്പോൾ എത്ര ആളായി? ഇത് എൻ്റെ 4ാമത്തെ വർഷമാണ്. 2015 എൻ്റെ ഓർഡിനേഷൻ. അപ്പോൾ 2015 ഏത് ഡേറ്റ്, ഏത് മാസം, ഏത് തീയതി? മെയ് മാസം 9-ാം തീയതി പുറനാട്ടുകര ഇടവകയിൽ വെച്ചായിരുന്നു എൻ്റെ തിരുപ്പട്ടം. അന്ന് നാഗ്പൂർ അതിരൂപതയുടെ അന്നത്തെ പിതാവായിരുന്ന ആർച്ച് ബിഷപ്പ് എബ്രാഹിം വിരുതുകുളങ്ങരയാണ് തിരുപ്പട്ടം എനിക്ക് നൽകിയത്. അതിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ആർച്ച് ബിഷപ്പ് എബ്രാഹിം പിതാവ് നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട പിതാവായിരുന്നു. തീർച്ചയായിട്ടും മരിച്ചിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. അതെ. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അച്ഛന് എത്രാമത്തെ വയസ്സിലാണ് ഈ വൈദികനാവാൻ വേണ്ടി പരിശീലനം അല്ലെങ്കിൽ ദൈവവിളി കണ്ടെത്തി പോകുന്നത്? സാധാരണ ആളുകൾ പോകുന്നത് പോലെ 10ാം ക്ലാസ്സോ +2 കഴിഞ്ഞിട്ടാണോ? ആയിരിക്കാൻ വഴിയില്ല, കാരണം ഇത്രയും അല്ലേ പട്ടം നടന്നത്. ദൈവവിളി കണ്ടെത്തുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് അതിൻ്റെ എന്താ പറയുക, അതിൻ്റേതായ ഒരു പ്രേരണകൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അത് ഉറപ്പായിരുന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ ദൈവവിളിയോട്, ഒരു വൈദിക ജീവിതത്തിനോട് താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ അതൊരു വൈദികൻ ഞാൻ ആകണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനമൊന്നും അന്ന് എടുത്തിരുന്നില്ല. 12ാം ക്ലാസ്സിന് ശേഷം വീണ്ടും അതിനുള്ളൊരു ശ്രമം നടത്തിയെങ്കിലും അത് പൂർണ്ണമായിട്ട് ഞാൻ അതിൽ വിജയിച്ചില്ല. കാരണം എൻ്റെ ഉള്ളിൽ കുറച്ച് ബോധ്യമുണ്ടായിരുന്നില്ല. പിന്നീട് 30ാമത്തെ വയസ്സെത്തിയപ്പോഴാണ് എൻ്റെ ഈ ഒരു വിളിയോട് എനിക്കൊരു പൂർണ്ണ ബോധ്യം വരുന്നത്. അതൊരു ഡിസേൺമെൻറ്റ് റിട്രീറ്റിലൂടെ, ഒരു 7 ദിവസം നീണ്ടു നിന്ന ഒരു പ്രാർത്ഥന അനുഭവ ധ്യാനത്തിലൂടെ ഫാദർ ധീരജ് സാബു IMS ആണ് എന്നെ സഹായിച്ചതിന് വേണ്ടി ഡൽഹിയിൽ വെച്ച്. അതിലൂടെയാണ് ഒരു ദൈവവിളിയുടെ ഇതാണ് എൻ്റെ ദൈവവിളി എന്ന് പൂർണ്ണ ബോധ്യം വന്ന് ഞാൻ 30ാമത്തെ വയസ്സിലാണ് സെമിനാരിയിൽ ചേരുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, എങ്ങനെ ആ വഴി തിരിച്ചറിഞ്ഞു, എങ്ങനെ അതിലെത്തി, അതൊക്കെ നമുക്ക് കേൾക്കണം. പക്ഷെ അതിനു മുമ്പ് ഈ വീടുമായി ബന്ധപ്പെട്ട് അച്ഛൻ്റെ വിശ്വാസ ജീവിതത്തിൽ, പ്രത്യേകിച്ച് വൈദിക ജീവിതത്തിലേക്കുള്ള ഈ നടപ്പിൽ, വഴിയിൽ വീട് എങ്ങനെ സഹായിച്ചു? വീടിനെക്കുറിച്ച് അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? വീട്ടിൽ അപ്പൻ, അമ്മ, അനുജൻ, ഞങ്ങൾ 4 പേർ ചേർന്ന ചെറിയൊരു വീടാണ്. അന്ന് അപ്പച്ചൻ ഒരു സ്പിന്നിങ് മില്ലിലെ ഫിറ്റർ എന്ന തസ്തികയിൽ ജോലി ചെയ്തു വരുന്നത്. സാമ്പത്തികമായിട്ട് ഞങ്ങൾ വലിയ ഒന്നല്ല. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ എന്നും ഉണ്ടായിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. കരിസ്മാറ്റിക് നവീകരണം വന്ന ഒരു സമയം, 85 മുതൽ ഞങ്ങൾ വീട്ടിലെല്ലാവരും തന്നെ കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ പോകുമായിരുന്നു, പ്രാർത്ഥിക്കുന്നു. രാവിലെ 4 മണിക്ക് തന്നെ ഞങ്ങളെല്ലാവരും എഴുന്നേൽക്കും, പ്രാർത്ഥിക്കും. ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം ഞങ്ങൾ സ്തുതിപ്പും ആരാധനയും നടത്തുമായിരുന്നു. അന്ന് കോട്ടയിലാണ് ധ്യാനങ്ങൾ വന്നത്. നായ്ക്കമ്പറമ്പിലച്ഛൻ്റെ ധ്യാനം, പനക്കിലച്ഛൻ്റെ ധ്യാനമെല്ലാം. അത് അപ്പച്ചനും അമ്മച്ചിയെല്ലാം ഞങ്ങൾ 4 പേരും എഴുന്നേൽക്കും. അങ്ങനെ അടുത്തുള്ള ധ്യാനങ്ങളിൽ പോകും. എല്ലാ വർഷവും കോട്ട കൺവെൻഷനിൽ പോകും. അതുകൂടാതെ ശനിയാഴ്ചകളിൽ നടക്കുന്ന 1 ഡേ ധ്യാനങ്ങളിലൊക്കെ പോകും, സാധിക്കുന്ന ധ്യാനങ്ങളിലൊക്കെ പോകും. പക്ഷേ ആ ധ്യാനങ്ങളിൽ അപ്പുറമായിട്ട് കുടുംബത്തിലുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന അനുഭവം ഞങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവവിശ്വാസത്തോടെ, ദൈവസ്നേഹത്തോടെ അത്
കൂടുതൽ തീക്ഷ്ണത നൽകി. അതാണ് തുടക്കം, എൻ്റെ ജീവിതത്തിലൊരു ദൈവവിളിക്ക് തുടക്കമെന്ന് പറയാം. കാരണം ഒരു പ്രാർത്ഥന സാഹചര്യം, പ്രാർത്ഥനയുടെ അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് നൽകുന്ന അപ്പച്ചനും അമ്മയായിരുന്നു. ഞങ്ങൾ ഒരു പക്ഷേ എഴുന്നേൽക്കാൻ മടി കാണിച്ചെങ്കിൽ പോലും അപ്പനും അമ്മയും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കാണുന്നു. അത് കാണുമ്പോൾ ഞങ്ങൾ അറിയാതെ ഞങ്ങളും എഴുന്നേൽക്കും. ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് പ്രാർത്ഥന അനുഭവം നൽകിയിരുന്നു. മാത്രമല്ല ആ പ്രാർത്ഥന കഴിഞ്ഞാൽ അടുത്ത പണി എന്ന് പറയുന്നത് നേരെ പള്ളിയിലേക്ക് പോകുക എന്നുള്ളത്. അനുദിന ദിവ്യബലി ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു ശക്തിയായിരുന്നു. അപ്പൻ രാവിലെ ജോലിക്ക് പോകും. അപ്പൻ പോയി കഴിഞ്ഞാൽ അമ്മയും ഞാനും അനുജനും കൂടി വിശുദ്ധ ബലിക്ക് പോകുമായിരുന്നു. അപ്പോൾ വിശുദ്ധ ബലിയിലൂടെ വളർന്നു വന്ന എൻ്റെ ഒരു ദൈവവിളി എന്ന് പറയാം. ഈ കുടുംബത്തിൽ വളർന്ന പ്രാർത്ഥനാ ചൈതന്യവും വിശുദ്ധ ബലി, അനുദിന ദിവ്യബലിയും എൻ്റെ ഉള്ളിൽ ഈ ഒരു ദൈവവിളിക്കുള്ള വിത്തുപാകി എന്ന് പറയാം. അത് വളർന്നു വന്നത് പിന്നീട് വന്ന പല സാഹചര്യങ്ങളിലൂടെയായിരുന്നു. പക്ഷെ അന്നൊന്നും ഞാൻ വൈദികനാകണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആകുമെന്നും ഞാൻ കരുതിയിട്ട് പോലുമില്ല. ഒരു വൈദികൻ ആകണമെന്നുള്ളൊരു ആഗ്രഹം തുടക്കത്തിൽ വരുന്നത് ആദ്യ കുർബാന സ്വീകരണം നടന്ന അന്ന് ഞങ്ങളുടെ ഇടവകയിലുള്ള ആദ്യ കുർബാന സ്വീകരണം സ്വീകരിച്ച എല്ലാ കുട്ടികളെയും സ്വീകരണം നൽകിയിരുന്നു ഇടവകയിൽ. അന്ന് ഒരു മുൻ വികാരി വന്ന് പ്രസംഗിച്ചപ്പോൾ ചോദിച്ചു, ഇതിൽ ആൺകുട്ടികളിൽ ആദ്യ കുർബാന സ്വീകരിച്ച ആൺകുട്ടിയിൽ ആർക്കെങ്കിലും വൈദികനാകാൻ താല്പര്യമുണ്ടോ എന്ന്. ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഒരു പ്രേരണയനുസരിച്ച് ഞാൻ കൈവക്കി. പക്ഷെ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ അച്ഛനാകുമെന്നോ, ആ സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രേരണയാണ് കൈപൊക്കിയത്. അതിനുശേഷം ഞാൻ നോക്കി, ഞാൻ മാത്രമേ കൈപൊക്കിയിട്ടുള്ളൂ, വേറെ ആരും കൈപൊക്കിയിട്ടില്ല. അപ്പോൾ അത് കണ്ട് മറ്റു പലരും പറയും. ഇപ്പം തീർച്ചയായും അച്ഛനാകുമെന്ന് പലരും പറയാറുണ്ട്. കാരണം അന്ന് മുതലേ ഞാൻ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് അതിനുള്ള പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒരു തുടക്കം, ദൈവവിളിയുടെ തുടക്കമെന്ന് പറയാം. അച്ഛാ, വളരെ ഒരു കൗതുകമുള്ളൊരു ചോദ്യം. എങ്ങനെയാണ് തൃശ്ശൂരുകാരനായ അച്ഛൻ എങ്ങനെ നാഗ്പൂർ രൂപതയിൽ വൈദികനാവാൻ തീരുമാനിച്ചു? അതൊരു നീണ്ട യാത്രകളുടെ അന്വേഷണത്തിൻ്റെ അവസാനമാണത്. കാരണം ഒരു വൈദികനാകണം എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് മുതൽ, ഈ ഒരു ആഗ്രഹം ഉള്ളിലേക്ക് വന്നത് മുതൽ, അന്ന് ഞാൻ ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. എൻ്റെ ഒരു 10ാം ക്ലാസ് മുതൽ ഞാൻ ജീസസ് യൂത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ജീസസ് യൂത്തിലൂടെയാണ് എൻ്റെ വെളിയിലെ ശക്തി വന്നത്. അതിൻ്റെ എന്താ പറയുക, ഊടും പാവും നൽകിയത് ജീസസ് യൂത്ത് മുന്നേറ്റമാണ്. അപ്പോൾ ജീസസ് യൂത്തുമായി ബന്ധപ്പെട്ട മിഷണറി യാത്രകളിലെല്ലാം ഞാൻ മിഷനെ കൂടുതൽ അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതലും ഞാൻ വടക്ക് കിഴക്കൻ ഇന്ത്യയിലാണ് കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത്, നോർത്ത് ഈസ്റ്റിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് വല്ലപ്പോഴും നോർത്ത് ഇന്ത്യയിൽ പോകുമായിരുന്നു. പക്ഷേ കൂടുതലും ഒരു 90% ഞാൻ നോർത്ത് ഈസ്റ്റിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അപ്പോഴെല്ലാം പോകുമ്പോഴെല്ലാം മിഷണറി ആയിട്ടുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സ് അവർ പ്രവർത്തിക്കുന്ന കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ വലിയ ആഗ്രഹം തോന്നാറുണ്ട്. അപ്പോൾ മിഷനോട് എൻ്റെ ഉള്ളിൽ അറിയാതെ ഈ ഒരു ജീസസ് യൂത്ത് പ്രവർത്തനങ്ങൾ, ജീസസ് യൂത്തിലൂടെയുള്ള മിഷണറി പ്രവർത്തനങ്ങൾ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു 30ാമത്തെ വയസ്സിൽ അങ്ങനെ ഒരു ഡിസേൺമെൻറ്റ് പ്രോസസ്സ് നടത്തി ഒരു മിഷണറി ആകണം എന്നുള്ള, ഒരു വൈദികനാകാൻ തീർച്ചയായിട്ടും മിഷണറി ആകണം എന്നുള്ള ആഗ്രഹത്തോട് നിൽക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്ന, അവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിലേക്ക് വന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ അബ്രാഹാം പിതാവായിരുന്നു. കാരണം ഞാൻ അവിടെ പലപ്പോഴും ജീസസ് ഇതിന് ഹിന്ദി ഫുൾ ടൈമേഴ്സ് ട്രെയിനിങ്ങിന് സഹായിക്കാനായിട്ട് അവിടെ പോകുമായിരുന്നു. അപ്പോൾ പലപ്പോഴും പിതാവിനെ കാണാനും പിതാവുമായിട്ട് സംസാരിക്കാനും ഇടവന്നിരുന്നു. അപ്പോൾ ഉടൻ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഞാൻ തീർച്ചയായിട്ടും നാഗ്പൂരിലേക്ക് പോകാൻ എനിക്കൊരു ഉൾവിളി അങ്ങനെ അവിടെ നിന്ന് കിട്ടി. അതിനുശേഷം തിരിച്ചു വന്ന് ഞാൻ പിതാവിനെ കോൺടാക്റ്റ് ചെയ്തു. പിതാവ് വളരെ സ്നേഹത്തോടുകൂടി അത് സ്വാഗതം ചെയ്തു തന്നെ. ഞാൻ പിന്നീട് പിതാവിനെ കാണുകയും പിതാവിൻ്റെ വീട്ടിൽ വന്ന് വീട്ടിലെ അപ്പനമ്മയെയും അനുജനെയും ഒക്കെ കണ്ട് സംസാരിച്ചു. അങ്ങനെ പിതാവ് വളരെ സ്നേഹത്തോടുകൂടി നാഗ്പൂർ രൂപതയിലേക്ക് സ്വാഗതം ചെയ്തു. അച്ഛൻ മുമ്പ് പറഞ്ഞതുപോലെ അച്ഛൻ്റെ ഒരു ജീവിതത്തിൻ്റെ വഴിയിൽ, അല്ലെങ്കിൽ ദൈവവിളിയുടെ വഴിയിൽ, വിശ്വാസത്തിൻ്റെ വഴിയിൽ ഊടും പാവും നൽകിയത് ജീസസ് യൂത്താണ് എന്ന് അച്ഛൻ പരാമർശിക്കുകയുണ്ടായി. എൻ്റെ ഒരു ചോദ്യം, എങ്ങനെയാണ് അച്ഛൻ ഈ ഒരു ജീസസ് യൂത്തിൻ്റെ വഴിയിലേക്ക് നടന്നു വന്നത്? അത് എങ്ങനെ അച്ഛൻ്റെ ജീവിതത്തെ സഹായിച്ചു എന്നൊന്ന് പറയാം. ഞാൻ ജീസസ് യൂത്തിലേക്ക് വന്നത് എൻ്റെ ഇഷ്ടപ്രകാരമല്ലായിരുന്നു. ഇന്ന് എൻ്റെ ഇടവകയിലുള്ള ദുബായിൽ വർക്ക് ചെയ്യുന്നൊരു ബാബു ജോസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് അന്ന് അവിടുത്തെ ജീസസ് യൂത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു, ഇടവകയിലെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ഇടവകയിലെ ഗായകസംഘത്തിൽ സഹായിക്കുമായിരുന്നു. അത്ര വലിയ പാട്ടുകാരൻ അല്ലെങ്കിലും പാട്ട് പാടുന്നവരുടെ കൂടെ ഞാനും പാടുമായിരുന്നു. അപ്പം അന്ന് പ്രാർത്ഥനാ കൂട്ടായ്മ, ഇടവകയിൽ പ്രാർത്ഥന കൂട്ടായ്മ ഇവിടെ ജീസസ് യൂത്ത് നടത്തുന്നതായിട്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ അവർക്കറിയാം ഞാൻ കരിസ്മാറ്റിക്കിൽ പോകുന്നു, കരിസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പിൽ പോകുന്നു എന്നറിയാം.
പാട്ട് പാടുന്നു എന്നറിയാം. അപ്പോൾ വളരെ ക്രുക്കഡായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൊണ്ട് അവർ വന്നത്. അവർ അന്ന് പറഞ്ഞു, ലിൻഡോ ഞങ്ങളൊന്ന് സഹായിക്കണം, ഞങ്ങൾക്ക് പ്രയർ മീറ്റിങ്ങിൽ പാട്ട് പാടാനായിട്ട് ആരുമില്ല, ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാട്ട് പാടാൻ സഹായിക്കാനാണ് ആദ്യമായിട്ട് ജീസസ് യൂത്ത് പ്രയർ മീറ്റിങ്ങിൽ പോകുന്നത്. പക്ഷെ അത് അന്ന് പ്രാർത്ഥന കൂട്ടായ്മയിൽ ജീസസ് പ്രാർത്ഥന കൂട്ടായ്മയിൽ ചെന്നു. അതെന്നെ ഒത്തിരി എന്നെ സ്വാധീനിച്ചു, അവരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. കാരണം വളരെ സ്നേഹത്തോടു കൂടി വളരെ ഒരു ആത്മാവിൻ്റെ ചൈതന്യം എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ റെഗുലറായി ഈ ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ജീസസ് യൂത്തിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം ഇന്നേ വരെ ഒരു ജീസസ് യൂത്തിൻ്റെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനും ജീവിക്കാനും സാധിച്ചു എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അച്ഛൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ അച്ഛൻ്റെ ഒരു മിഷൻ എക്സ്പീരിയൻസ് ഈ പൗരോഹിത്യ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു. എനിക്ക് അച്ഛനെ വർഷങ്ങളുടെ പരിചയവും ജീസസ് യൂത്തിലൂടെയാണ്. അപ്പോൾ അത് വെച്ച് എൻ്റെ ഒരു ചിന്തയിൽ ഓർമ്മയിൽ നിന്ന് ഞാൻ ചോദിക്കുന്ന, അച്ഛൻ ഫുൾ ടൈമറായിരുന്നു? തീർച്ചയായും. ഞാൻ ഏത് ബാച്ചിൽ ഫുൾ ടൈമറാണ്? ഞാൻ 11th ബാച്ചിലെ ഫുൾ ടൈമർഷിപ്പ് തുടങ്ങിയിട്ട് 11ാമത്തെ വർഷത്തെ ബാച്ചിൻ്റെ ഫുൾ ടൈമറായിരുന്നു. തീർച്ചയായും. ഫുൾ ടൈമർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം അച്ഛൻ? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ദൈവത്തിനു വേണ്ടി വിഡ്ഢികളാകാൻ കച്ചകെട്ടി ഇറങ്ങിയ ചെറുപ്പക്കാർ എന്ന് പറയാം ഫുൾ ടൈമേഴ്സ് എന്ന് പറയുന്നത്. പ്രായോഗികമായി അതിൻ്റെ ഒരു രൂപം എന്താണ്? ഒരു ടൈം എന്തിനാണ് ഈ ഫുൾ ടൈമർഷിപ്പ് എന്ന് വിളിക്കുന്നത്? എന്തിനാണ്? കാരണം ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ നിമിഷമാണ് യുവത്വം എന്ന് പറയുന്നത്. ആ ഒരു യുവത്വത്തിൻ്റെ നിമിഷത്തിൽ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് തുടങ്ങി അതിൽ അവസാനിക്കുന്നൊരു സമയത്ത് ജീവിതം നിർണായകമായ ഒരു കാലഘട്ടമാണത്. ഒരു ജീവിതത്തിൻ്റെ വിളി തിരഞ്ഞെടുക്കുന്ന സമയം, ഒപ്പം തന്നെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര തുടങ്ങുന്ന സമയം. ആ ഒരു സമയത്ത് ഒരു വർഷം പൂർണ്ണമായിട്ട് തമ്പുരാന് വേണ്ടി മാറ്റിവെക്കുക, പൂർണ്ണമായിട്ടൊരു മിഷണറിയായി ജീവിക്കാനായിട്ടൊരു ആത്മസമർപ്പണം നടത്തുക എന്ന് പറയുന്നത് അതൊരു ലോകത്തിന് മുൻപിൽ അതൊരു വിഡ്ഢിത്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഡ്ഢിത്തം അതിനേക്കാൾ ഉപരിയായിട്ട് ക്രിസ്തു എന്നുള്ള ലോകത്തിൻ്റെ മുൻപിൽ ഏറ്റവും വലിയ വിഡ്ഢിയാകാനായിട്ട്, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് തീർച്ചയായിട്ടും ഞാനൊരു ദൈവം നൽകുന്ന വലിയൊരു വിളിയാണ്. ഒരു വൈദിക ജീവിതം അല്ലെങ്കിൽ സന്യസ്ത ജീവിതം പോലെ ഇതൊരു വലിയൊരു ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അച്ഛൻ ഡിഗ്രി പഠിച്ചവിടെ? ഞാൻ ഡിഗ്രി പഠിച്ചത് തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിലാണ്. അവിടുന്ന് ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് ഫുൾ ടൈമർഷിപ്പ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. അതെ. ഒരു വർഷം അച്ഛൻ പ്രവർത്തിച്ചത് നോർത്ത് ഈസ്റ്റിൽ ആണല്ലേ? നോർത്ത് ഈസ്റ്റിലെ ദിബ്രുഗഡ് ഡയസിസിലാണ്. ആ ഒരു അനുഭവം ഒന്ന് പറയാമോ അച്ഛൻ? ഞാൻ ഫുൾ ടൈമർഷിപ്പിലേക്ക് വന്നത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ജീസസ് യൂത്തിലെ ആകസ്മികമായി വന്നതുപോലെ. പക്ഷേ ഫുൾ ടൈമർഷിപ്പിലേക്ക് വരുന്നത് ഒരു നിർബന്ധം മൂലമാണ്. എന്നെ സഹായിച്ച മറ്റു പലരുടെയും നിർബന്ധം മൂലമാണ് ഫുൾ ടൈമർഷിപ്പിൽ. കാരണം ഞാൻ ഒരിക്കലും ഒരു ഫുൾ ടൈമർ ആകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. ഇടവകയിലും സോണിൽ പ്രവർത്തനം അതുമാത്രം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ തിരിച്ചറിയുന്ന ദൈവം എന്നെ ഈ ഒരു ജീവിതത്തിന് വേണ്ടി ഒരുക്കുകയായിരുന്നു ഫുൾ ടൈമർഷിപ്പിലൂടെ. അങ്ങനെ ഫുൾ ടൈമർഷിപ്പിൽ ഞങ്ങൾ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് നിന്ന് എനിക്കൊരു പേര് തന്നു, ഈ ഒരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. എനിക്കത് ഉച്ചരിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. ദിബ്രുഗഡ് ഇന്ന് എനിക്ക് പറയാൻ പറ്റും, പക്ഷേ അന്ന് എൻ്റെ മനസ്സിലും എൻ്റെ വാക്കുകളിലും ഉണ്ടായിരുന്നത്, ഞാൻ ആദ്യമായി പറഞ്ഞത് ദിബ്രു എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങി. അങ്ങനെ അവിടേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് ദിബ്രുഗഡ് എന്നുള്ള സ്ഥലമാണെന്ന് പറയുന്നത്. അവിടെ ചെന്ന് ആസാമിലെ ദിബ്രുഗഡ് എന്ന് പറയുന്നത് അരുണാചൽ അതിർത്തിയിലുള്ള ഒരു സ്ഥലമാണ്. അന്ന് മിയാവോ ഡയസിസ് ഈ ദിബ്രുഗഡ് ഡയസിസിൻ്റെ ഭാഗമായിരുന്നു. അന്ന് അവിടെ ഒരു അപ്പസ്തോലിക് സ്കൂളുണ്ട്, അവിടെ ബിഷപ്പ് ഇന്നുമുണ്ട്. ഞാൻ പിന്നീട് 1-2 തവണ പോയിരുന്നു. അവിടെ അപ്പസ്തോലിക് സ്കൂളുണ്ട്, അവിടെ സഹായിക്കാനാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാനിവിടെ നിന്ന് പോകുന്നത് വലിയൊരു മിഷണറി എന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ടാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ജീസസ് യൂത്ത് മിഷൻ മുന്നേറ്റത്തിലൂടെ പ്രവർത്തിച്ചതുപോലെ കുട്ടികളുടെ ഇടയിൽ, ചെറുപ്പക്കാരുടെ ഇടയിൽ, നേഴ്സസിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ഒരു നേഴ്സസ് കോളേജുണ്ട്, നേഴ്സസ് മിനിസ്ട്രി, അങ്ങനെ പല മിനിസ്ട്രികളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടാണ് അവിടെ പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇതൊന്നുമല്ല എൻ്റെ മിഷൻ എന്നത്. എനിക്കൊത്തിരി ദുഃഖം തോന്നി. ഈ ഒരു മിഷന് വേണ്ടിയിട്ടാണോ ദൈവമേ എന്നെ നീ വിളിച്ചതെന്ന്. അങ്ങനെ ദുഃഖിച്ചിരുന്ന കുറച്ചൊരു മാസങ്ങളുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ആനിമേറ്ററായിരുന്ന, അന്നത്തെ ഫുൾ ടൈമേഴ്സിൻ്റെ ആനിമേറ്ററായിരുന്ന ഫാദർ ജോർജ് മടുക്കാമ്പുറം SVD അച്ഛൻ എന്നെ കാണാൻ വന്നു. അന്ന് അച്ഛൻ ഞങ്ങൾ ചാപ്പലിരുന്നിട്ട് എൻ്റെ ദുഃഖകഥകളെല്ലാം കേട്ടതിന് ശേഷം അച്ഛൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞൊരു വാക്യമുണ്ടായിരുന്നത്, ഈശോ നിന്നെ ഇവിടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു പദ്ധതി ഉണ്ടായിരിക്കും. നീ അതിന് പൂർണ്ണമായി സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിന്നിലൂടെ അത്ഭുതങ്ങൾ നടത്തുമെന്ന്. അത് ഞാൻ സ്വീകരിച്ചു. അന്നു മുതൽ ഞാൻ ആ സ്ഥലത്തെ സ്നേഹിക്കാൻ തുടങ്ങി, ആളുകളെ സ്നേഹിക്കാൻ തുടങ്ങി. അന്ന് അറിയാതെ എൻ്റെ ഉള്ളിൽ മാറ്റം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവിടെയെല്ലാം മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അന്നു മുതൽ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഈശോയെ പങ്കുവയ്ക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു,
ഞാൻ ഇന്നൊരു വൈദികനായിട്ടൊരു സെമിനാരിയിൽ ഫോർമേഷനിലാണ്. ഇന്നത്തെ എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ദൈവം അന്നേ 2002 എന്നെ തിരഞ്ഞെടുത്ത് അന്ന് തന്നെ പരിശീലനം നൽകുകയായിരുന്നു ഫുൾ ടൈം വർഷിപ്പിലൂടെ. അച്ഛൻ 2015 വൈദികനായി. ആ ഒരു വൈദിക പരിശീലന കാലഘട്ടം കുറച്ച് കാലം അച്ഛൻ കേരളത്തിലാണ് പഠിച്ചത്, അതിനുശേഷം നാഗ്പൂരിലാണ് പഠിച്ചത്. ഈ വൈദിക പരിശീലനത്തിന് ശേഷം ഒരു വൈദികനായ ആ ഒരു ദിനമുണ്ടല്ലോ വെച്ചാൽ, ഒരു വൈദികനായി തീർന്ന ദിവസം, അപ്പോൾ എങ്ങനെയാണ് തീർച്ചയായിട്ടും ആ ഒരു ദിവസം അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നത്? എന്താണ് അച്ഛൻ എടുത്തു പറയാൻ തോന്നുന്ന കാര്യങ്ങൾ എന്താണ് വൈദികനായ ഒരു ദിവസത്തെക്കുറിച്ച്? ഞാൻ വൈദിക പരിശീലനത്തിൻ്റെ കാലഘട്ടത്തിലെല്ലാം സ്വപ്നം കണ്ടിരുന്ന ഒരു ദിവസമാണ് തിരുപ്പട്ടം സ്വീകരിക്കുന്ന ദിവസം എന്ന് പറയുന്നത്. കാരണം എല്ലാ വൈദികരുടെ ജീവിതത്തിലും ഏറ്റവും സുന്ദരമായ നിമിഷം, അത് ഓർമ്മിക്കാൻ മനസ്സിലെന്നും തങ്ങി നിൽക്കുന്ന ഒരു ദിവസമാണ് തിരുപ്പട്ടം സ്വീകരിക്കുന്ന ദിവസമെന്ന് കേട്ടിട്ടുണ്ട്. അന്ന് ആ ഒരു ദിവസം മെയ് 9 എന്ന് പറയുന്ന ദിവസം, മെയ് 8-ാം തീയതി ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങാനായിട്ട് തൃശ്ശൂർ അതിരൂപതയിലെ മൈനസ് സെമിനാരിയിലേക്ക് പോയി. അവിടെ വൈകിട്ട് അവിടെയാണ്. അന്നേ ദിവസം വളരെയധികം വലിയ മഴയും ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു അടുത്ത ദിവസം തിരുപ്പട്ട ദിനത്തിൻ്റെ ദിവസത്തിൽ തീർച്ചയായിട്ടും ഇത് മഴയൊക്കെ വന്നാൽ തീർച്ചയായിട്ടും അന്നത്തെ ദിവസത്തെ ചടങ്ങുകളെല്ലാം വളരെ മോശമാകും. പക്ഷേ എൻ്റെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു വൈദികൻ പോലും ആ വൈദികൻ്റെ ജീവിതത്തിൽ അപമാനിതനാകാനായിട്ട് ദൈവം ഇടവരുത്തിയിട്ടില്ല. ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതെല്ലാം ദൈവം അത്ഭുതങ്ങളിലൂടെ നടത്താൻ വിളിച്ച അത്ഭുതങ്ങൾക്ക് സാക്ഷിയാകാനും അത്ഭുതങ്ങൾ നടത്താനും വിളിച്ചവനാണ് ഒരു വൈദികനെന്ന് എൻ്റെ ഉള്ളിൽ കുറച്ച് ബോധ്യമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ മൈനസ് സെമിനാരിയിൽ ചെന്ന് അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഞാൻ പറഞ്ഞു, ദൈവമേ നീ എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് കുറച്ച് ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും ചടങ്ങുകളേക്കാൾ അപ്പുറമായിട്ട് നീ എൻ്റെ ആ ദിവസം നടത്താൻ പോകുന്ന അത്ഭുതങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് തിരുപ്പട്ട ദിനത്തിൻ്റെ അന്ന് ഞാൻ ചെല്ലുന്നത്. അന്നത്തെ ദിവസം കാലാവസ്ഥ വളരെ സുന്ദരം, ആളുകളെല്ലാം വന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി. അന്നത്തെ ദിവസം ഞാൻ എൻ്റെ വിളി തിരിച്ചറിഞ്ഞൊരു സമയത്ത് ഞാൻ വിളി ആണെന്ന് ഞാൻ ഉറപ്പിക്കുന്നത് ഇപ്രകാരമായിരുന്നു. 2010 ധീരജ് സാബു അച്ഛൻ്റെ ഗൈഡൻസോടുകൂടി പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് അടുത്ത ചാപ്പലിൽ സ്വാന്തന കമ്മ്യൂണിറ്റിയുടെ ചാപ്പലിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് ഈശോ നൽകുന്ന ഒരു വിളിയുണ്ടായിരുന്നു. ലിൻഡോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഉള്ളിലേക്ക് ഒരു വൈദികനാകുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ തീരുമാനിക്കുന്നത് ഈശോനെ വിളിച്ചിട്ടുണ്ട് വൈദികനാകാനാണെന്ന്. ഈശോയെ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ യെസ് പറഞ്ഞൊരു സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് വന്നൊരു ശാന്തതയുണ്ട്. അതിനു മുൻപ് ഞാൻ ഒരിക്കലും ആസ്വദിച്ചിട്ടില്ല, അനുഭവിച്ചിട്ടുമില്ല. അതാണ് എൻ്റെ ദൈവവിളി എന്ന് ഉറച്ച് തീരുമാനമെടുത്ത സമയം. അതേ ഒരു അനുഭവം ഈ ഒരു തിരുപ്പട്ട ശുശ്രൂഷയുടെ സമയത്ത് അബ്രഹാം പിതാവ് കൈവച്ച് പ്രാർത്ഥിച്ചൊരു സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. അത് എന്നെ കൂടുതൽ എൻ്റെ വിളി ഇതാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാനും മാത്രമല്ല ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നുള്ള അത്ഭുതം എനിക്ക് നേരിട്ട് അനുഭവിക്കാനും സാധിച്ചൊരു സമയമായിരുന്നു. ഒരു വൈദികനായിരിക്കുന്നതിൽ അച്ഛനെ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം എന്താ? ഏറ്റവും സന്തോഷമാകുന്നത് ബലിയർപ്പണമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉറവിടമെന്ന് പറയുന്നത്, വൈദികനായി ജീവിക്കുന്നതിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് ബലിപീഠമാണ്. ഞാൻ എല്ലാ ദിവസവും എൻ്റെ സെമിനാരി ചാപ്പലിൽ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്, എഴുന്നേറ്റ് പോരുന്നതിന് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് ബലിപീഠത്തെ ചുംബിച്ചുകൊണ്ടാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ എന്ത് ദുഃഖങ്ങൾ വന്നാലും സന്തോഷം വന്നാലും അതിന് ഉറവിടമായിട്ട് ഏറ്റവും ശക്തിയായിട്ട് എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ വന്ന ബലിയർപ്പണമാണ്. ആ ബലിയർപ്പണം നടക്കുന്ന ബലിപീഠം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരമായ സ്ഥലമാണ്. ഏറ്റവും സുന്ദരമായ നിമിഷം എന്ന് പറയുന്നത് ബലിയർപ്പണമാണ്. ഈശോയുടെ ശരീരവും രക്തവും കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ അറിയാതെ ഈശോയുടെ അതേ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് ദൈവം സഹായിക്കാറുണ്ട്. തങ്ങളുടെ കുടുംബത്തിലെ 2 ആൺമക്കളിൽ മൂത്ത ആൾ വൈദികനായി എന്നത് കുടുംബം എങ്ങനെയാണ് അച്ഛൻ കാണുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം വൈദികരാകണം എന്നുള്ളത് അവരുടെ ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വൈദികനാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും അവർ നോ പറഞ്ഞിട്ടില്ല. മറിച്ച് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് ഞാനൊരു വൈദികനായി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി, പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്ന് പറയുന്നത് എൻ്റെ അപ്പനും അമ്മയും കുടുംബവും നൽകുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഇന്നും ഞാൻ അച്ഛനായി കഴിഞ്ഞിട്ടും അപ്പനും അമ്മയും നടത്തുന്ന ത്യാഗങ്ങളും പ്രാർത്ഥനകളും അത് എന്നെ ഇപ്പോഴും ഈ ഒരു വൈദിക ജീവിതത്തെ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ എപ്പോഴെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾക്ക് വരുമ്പോഴോ അതിനെ അതിജീവിക്കാനായിട്ട് എന്നെ സഹായിക്കുന്നുണ്ട്. അച്ഛൻ്റെ കയ്യിലൊരു കൊന്ത ഞാൻ കാണുന്നുണ്ട്.
കൊന്ത അങ്ങനെ പിടിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും മാതാവിനോടുള്ള ഒരു വലിയ അടുപ്പത്തിൻ്റെ ലക്ഷണമാണല്ലോ. തീർച്ചയായും. എന്താണ് മാതാവിനെ കുറിച്ച് അച്ഛൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്? അത് ഈ ഒരു മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം ഞാൻ ചെറുപ്പം മുതലേ അനുഭവിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ ഒരു വലിയൊരു അനുഭവം എന്ന് പറയുന്നത് ജീസസ് യൂത്തിലായിരിക്കുന്ന രണ്ട് അനുഭവങ്ങളുണ്ട്. ഒന്ന്, ജീസസ് യൂത്തിൻ്റെ അന്ന് ഇടവകയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു മിഷണറി പ്രവർത്തനം നടത്തുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റെക്സ് ബാൻഡിൻ്റെ ഒരു സംഗീത വിരുന്ന് നടത്താനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി അതിനുവേണ്ടി നടത്തിയിട്ട് ആളുകളെല്ലാം ക്ഷണിച്ചിട്ടും ഇതിലേക്ക് ആളുകളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വളരെ വിഷമിച്ചൊരു സമയമായിരുന്നു. അമല ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അത് നടത്തുന്നത്. ഏതാനും ചില ചെറുപ്പക്കാർ ഒന്ന് ചേർന്നുകൊണ്ട് റെക്സ് ബാൻഡ് ടീം വന്നു കഴിഞ്ഞു. പക്ഷേ ഈ ഓഡിറ്റോറിയത്തിൽ പകുതിയിലധികം സീറ്റുകൾ കാലിയേറ്റ് കിടക്കുന്നത്. ഞങ്ങൾ മുകളിൽ ഒരു റൂമിൽ ഇൻ്റർസെഷൻ അതിന് മുൻപേ തുടങ്ങിയിരുന്നു. ഞങ്ങൾ മുത്തുമിൽ നിന്ന് ഈ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്നിരുന്നത്, ദൈവം ഇന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന പരിശുദ്ധ അമ്മയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ആരും ഇതുവരെ ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. എത്ര നേരമുള്ള മാതാവ് എന്നുള്ള പ്രാർത്ഥനകളെ ചൊല്ലി മാതാവിനോട് മധ്യസ്ഥം യാചിച്ചു. ഷോ തുടങ്ങി 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, അത്ഭുതം നടന്നു, ഹാളിൽ ഇരിക്കാൻ സീറ്റില്ല എന്ന് പറഞ്ഞു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ നേരിട്ട് കണ്ടൊരു വലിയ അനുഭവം എന്ന് പറയുന്നത്. പിന്നീട് ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമറായിട്ട് നോർത്ത് ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നാഗാലാൻഡിൽ നിന്ന് മണിപ്പൂരിലേക്ക് പോകാനായിട്ട് പാസ് വേണം. നാഗാലാൻഡ് ഗവൺമെൻറ്റിൻ്റെ റൂളാണ്. ഇൻ്റർ ലൈൻ പെർമിറ്റ് വേണം. അതെനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു പെർമിറ്റ് വേണമെന്ന്. ഞാൻ ബസ്സിൽ കയറിയിരുന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു പെർമിറ്റ് ഉണ്ടെന്ന് എന്നുള്ള കാര്യം പോലും അറിയുന്നത്. അപ്പോൾ ഈ ഒരു നാഗാലാൻഡ് ബോർഡറിൽ എത്തിയപ്പോൾ ചെക്കിങ് നടക്കുകയാണ്. അത് ഇന്നർ ലൈൻ പെർമിറ്റ് ഇല്ലെങ്കിൽ അവർ തിരിച്ചുവിടും. എന്നെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിൽ അവിടെ എത്തേണ്ടതും എന്നെ കാത്തിരിക്കുന്ന അവിടുത്തെ മറ്റൊരു ഫുൾ ടൈമറുണ്ട്, ജിസിൻ്റെ മുൻ നാഷണൽ കോർഡിനേറ്റർ സിൽജോ. അപ്പോൾ അവിടെ ഒരു വില്ലേജ് ധ്യാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് എത്തിച്ചേരേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു ബസ്സിൽ കയറിയിരുന്ന ആ സമയം മുതൽ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടാണ് എൻ്റെ യാത്രകളിലെല്ലാം ഉണ്ടാകുന്നത്. അന്നത്തെ ദിവസം അങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഈ ഒരു ബോർഡറിലെത്തിയപ്പോൾ ഞങ്ങളുടെ ബസ്സിലേക്ക് മുൻപുള്ള വാഹനങ്ങളെല്ലാം അവർ പോലീസുകാർ ചെക്ക് ചെയ്യുകയാണ്. അടുത്തത് ഞങ്ങളുടെ ബസ്സാണ്. ഈ ഒരു സമയത്താണ് ആർമിയുടെ കോൺവോയ് ബസ്സുകൾ, അവരുടെ ട്രക്കുകളെല്ലാം വരുന്നത്. ഇവരുടെ ട്രക്കുകൾ വന്നതിൻ്റെ ഇടയിലേക്ക് ഞങ്ങളുടെ ബസ് ഡ്രൈവർ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളുടെ ബസ്സും എടുത്തു. വളരെ സുഗമമായിട്ട് അത് ക്രോസ് ചെയ്തു. അങ്ങനെ മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം ഞാൻ എൻ്റെ വ്യക്തിപരമായതിൽ അന്ന് അനുഭവിച്ചിട്ടുണ്ട്. പിന്നീട് വൈദികനായതിനു ശേഷം പലപ്പോഴും ഞാനിപ്പോഴായിരിക്കുന്ന സെമിനാരിയിൽ കുട്ടികൾ പലപ്പോഴും ദുഃഖിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അവരോടുകൂടി ഒരു നന്മ നിറഞ്ഞ ചൊല്ലും, ഒരു എത്രയധികമുള്ള മാതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലും. അപ്പം അവരോട് പറയും, ഞാൻ അവർക്കൊരു വന്ന അന്നേ ദിവസം അവർക്കെല്ലാവരും റോസറി ഞാൻ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കും. എന്നിട്ട് അവരോട് പറയും, മാതാവിനോട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അമ്മ ഇന്ന് ഇവിടെയില്ല ഈ സെമിനാരിൽ, പക്ഷേ നിങ്ങളുടെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മയുടെ കൂടെ പിടിച്ചോ, തീർച്ചയായും അമ്മ സഹായിക്കും. അത് അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഒരു അമ്മയുടെ സാന്നിധ്യമായിട്ട് പരിശുദ്ധമാണ്. അതുകൊണ്ട് എവിടെ പോകുകയാണെങ്കിലും എൻ്റെ ഉള്ളിൽ എൻ്റെ കൂടെ അമ്മയുണ്ടെന്നുള്ള വലിയൊരു ബോധ്യമാണ്. അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചപ്പോൾ ഈ ദിവ്യബലിയാണ് ഏറ്റവും, വൈദികനായിരിക്കുന്നതിൽ ദിവ്യബലി അർപ്പണമാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് അച്ഛൻ പറഞ്ഞു. അതുപോലെ അച്ഛൻ പറഞ്ഞു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു വലിയ ബലം, മാതാവിൻ്റെ ഒരു കൂട്ട്, ഇതൊക്കെയാണ് അച്ഛൻ ആവർത്തിച്ച് പറഞ്ഞത്. ഒരുപക്ഷെ പട്ടത്തിൻ്റെ പിറ്റേ ദിവസം ഒരിക്കലും ഒരു വൈദികനെ നാണം കെടുത്താൻ ദൈവം സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ വലിയൊരു കാര്യമാണ്. അത്ഭുതകരമായി കാലാവസ്ഥയൊക്കെ നന്നായി നിൽക്കുന്നു എന്ന് പറയുന്നത്. ഇവിടെ അച്ഛൻ അതിന് മുമ്പ് സൂചിപ്പിച്ച് ഏത് പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകാം, പ്രതിസന്ധികളൊക്കെ ഉണ്ടായാലും മുൻപോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അച്ഛൻ പറഞ്ഞത്. ഇവിടെ വഴിമുട്ടിപ്പോയി എന്ന് തോന്നുന്ന സമയത്ത് ഏകാശ്രയം കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ചില ജീവിതാനുഭവങ്ങളുടെ സാഹചര്യങ്ങൾ എന്തെങ്കിലും അച്ഛന് പറയാനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂട്ടുകാർ പലപ്പോഴും എൻ്റെ സൗഹൃദം എനിക്ക് വലിയൊരു സന്തോഷം നൽകിയെന്നാണ്. ഞാനെപ്പോഴും ജീസസ് യൂത്തിലായിരിക്കുമ്പോഴും ഒരു കൂട്ടായ്മ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തിയാണ്. കൂട്ടായ്മ ഇല്ലാതെ ഞാൻ ഒരിടത്തും പ്രവർത്തിച്ചിട്ടുമില്ല. പക്ഷേ ഞാൻ ഒരു സമയത്ത് എൻ്റെ ഒരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നതായിരുന്നു, കൂട്ടുകാരും എന്നോട് കോൺടാക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആരും എന്നോട് സംസാരിക്കുന്നില്ല, എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ ദുഃഖിച്ചിരുന്ന സമയത്ത് ചപ്പലിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം ഞാൻ വായിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ എൻ്റെ മുന്നിലേക്ക് വന്നു. 14-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, കർത്താവിൻ്റെ സ്നേഹം ഞങ്ങൾ ഉത്തേജിപ്പിക്കുന്നു.
15-ാം വാക്യത്തിൽ പ്രകാരമാണ് പറയുന്നത്, അവൻ മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് എന്നുള്ളത്. ആ ഒരു വചനമാണ് എൻ്റെ ജീസസ് യൂത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിലും ഈ ഒരു ദൈവവിളിയുടെ അടിസ്ഥാനമായി നിൽക്കുന്ന വചനഭാഗം എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു വചനം ഇന്നും എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു, പ്രതിസന്ധികളിൽ ഒരിക്കലും അങ്ങനെ ഒരു തമ്പുരാൻ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് അച്ഛൻ്റെ ഒരു തീർച്ചയായും. കാരണം ഇതാണ്, 14-ാം വാക്യത്തിൽ കർത്താവിൻ്റെ സ്നേഹം എന്നെ ഉത്തേജിപ്പിക്കുന്നു. അത് എൻ്റെ വിളിയെ ഒന്ന് ചിന്തിപ്പിക്കാൻ എന്നെ സഹായിക്കുന്നു. കാരണം ഞാൻ പ്രവർത്തിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതിയാണോ അതോ എൻ്റെ മറ്റുള്ള ആരുടെയെങ്കിലും അപ്രീസിയേഷന് വേണ്ടിയിട്ടാണോ? കാരണം ഒരു കാലഘട്ടത്തിൽ ഞാൻ പ്രവർത്തിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു, മറ്റുള്ളവരെല്ലാം നന്നായിട്ടുണ്ട് എന്ന് പറയാനായിട്ട്. അപ്പോൾ അതെന്നെ തിരുത്താനായിട്ട് അത് സഹായിച്ചു. അതിനുശേഷം പറയുന്ന ഈ 15-ാം വാക്യം, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി ഉയർക്കുകയും ചെയ്തു എന്ന് പറയുന്നത് അതൊരു വ്യക്തിപരമായ വചനമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ആരും കൂടെയില്ല എന്ന് തോന്നുന്ന ഒരു സമയത്ത് പോലും കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചവൻ, എനിക്ക് വേണ്ടി ഉത്ഥാനം ചെയ്തവൻ, അവൻ്റെ ബലി ഞാൻ ഭാഗമാകുമ്പോൾ ബലി വസ്തുവും ബലി അർപ്പകനുമായി തീരുന്ന ഒരു വൈദികനായി മാറുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആരുമില്ലെങ്കിൽ പോലും കർത്താവ് എന്നോട് കൂടി എന്നുള്ള വലിയൊരു ബോധ്യമുണ്ട്. അതുകൊണ്ട് ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ സെമിനാരിയിൽ വരാറുണ്ട്, അതല്ലെങ്കിൽ ഞാൻ അവിടെ സെമിനാരിലായിരിക്കുമ്പോൾ വൊക്കേഷണൽ ക്രൈസിസുമായിട്ട് കുട്ടികൾ വരാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുമായിട്ട് കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ അവരെ സ്വാധീനിക്കാൻ, അവിടെയെല്ലാം ഞാൻ അവരോട് പറയുന്നു, ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ഈ കർത്താവിനെ ചേർത്ത് പിടിക്കുക, കർത്താവ് നമ്മുടെ കൂടെ നിന്നുള്ള വലിയൊരു ധൈര്യം, കർത്താവ് നമ്മെ വിളിച്ചിട്ടുള്ള വലിയ ബോധ്യം, അതുണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളെയും വളരെ ഈസി ആയിട്ട് തരണം ചെയ്യാനായിട്ട് സാധിക്കും. പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു ജീവിതവുമില്ല, മറിച്ച് അതിനെ അതിജീവിക്കാനുള്ള ശക്തി തമ്പുരാൻ നമുക്ക് നൽകുന്നു എന്നുള്ള വലിയ ബോധ്യം. തീർച്ചയായിട്ടും അച്ഛ, ഒരു പ്രത്യേക കാര്യം, അച്ഛന് വൈദികനായിട്ട് ഇപ്പോൾ 4 വർഷത്തോളം 3.5 വർഷത്തോളം ആകുന്നു. അച്ഛൻ മുഴുവൻ സമയവും ഈ ഉത്തരവാദിത്വം ഈ മൈനർ സെമിനറി റെക്ടർ തന്നെയായിരുന്നു. അതെ, ഞാൻ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മൈനർ സെമിനറിയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മിഷൻ പാരീഷിൽ പോയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പട്ടം കിട്ടി 1 മാസം കഴിയുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് അബ്രഹാം പിതാവ് വിളിച്ചു പറഞ്ഞു, എൻ്റെ അപ്പോയിൻമെൻറ്റ് മൈനർ സെമിനാരിയിലേക്കാണ് പോകണമെന്ന് പറഞ്ഞു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഉൾക്കൊള്ളാനായി സാധിച്ചില്ല. കാരണം ഞാനൊരു വൈദികനായിട്ടൊരു മിഷൻ ഒരു ഇടവകയിൽ പ്രവർത്തിക്കുന്നത്, ഫോർമേഷനിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊരു വിഷമം തോന്നി. കാരണം അതിന് മുൻപ് ജീസസ് യൂത്തിലായിരുന്ന സമയത്ത് ഫുൾ ടൈമേഴ്സ് ഫോർമേഷൻ ടീമിനോട് കൂടെ വർക്ക് ചെയ്തിരുന്നു. ഒരു പുതിയൊരു അനുഭവം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഞാൻ അന്ന് ജോർജ് അച്ഛൻ ഫുൾ ടൈമറായിരുന്ന സമയത്ത് തന്ന ആ ഒരു വചനം എൻ്റെ ഉള്ളിലേക്ക് വീണ്ടും വന്നു. ദൈവം എന്നെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായും വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് വിളിക്കുന്നതെന്നും അതിനുശേഷം ആ ഒരു ബോധ്യം കിട്ടിയതിന് ശേഷം സെമിനാരിയിലേക്ക് വൈസ് റെക്ടർ അയച്ചെന്നത് അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു ഉത്തരവാദിത്വം ദൈവം എന്നെ ഏൽപ്പിച്ചതാണ് ഉറച്ച ബോധ്യത്തോടു കൂടിയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ജോർജ് അച്ഛനിലൂടെ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ അച്ഛൻ്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും ഉറച്ചു നിൽക്കുന്ന ആ ഒരു ബോധ്യം, ദൈവം വിളിച്ചതാണെങ്കിൽ അതിനുള്ളൊരു പ്രത്യേകമായ ആ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് അവിടെ ഒരു പ്രത്യേകമായ പ്ലാൻ ഉണ്ടെന്ന് പറയുന്ന മനോഹരമായ ബോധ്യം, അതാണ് അച്ഛനെ മുമ്പോട്ട് നയിക്കുന്നത്. അതുപോലെ അച്ഛൻ പറഞ്ഞ് വൈദികനാകുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്ന കാര്യം ദിവ്യബലി അർപ്പണമാണ്. അതുപോലെ മാതാവിനെക്കുറിച്ചും മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ അച്ഛൻ പറയുന്നു. ഇതിനെല്ലാം ഏറ്റവും വലിയ പ്രചോദനമായത് തീർച്ചയായിട്ടും കുടുംബമാണ്, കുടുംബത്തിലെ പശ്ചാത്തലമാണ്. അതുപോലെ ജീസസ് യൂത്ത് മൂവ്മെൻറ്റും അച്ഛനെ സഹായിച്ചെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ നാഗ്പൂരിലെ ഇത്രയും വർഷത്തെ ഈ ജീവിതാനുഭവങ്ങളും അതുപോലെ ഈ വൈദിക ഒരു പ്രേക്ഷിത പശ്ചാത്തലത്തിൽ നിന്നൊരു വൈദിക ജീവിതത്തിലേക്ക് വന്നപ്പോൾ ജീവിതം എങ്ങനെ സഹായിച്ചു എന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കണം. തീർച്ചയായിട്ടും അച്ഛൻ്റെ ശാലോം ടി വിയിലെ ജോഷു എന്ന ഈ പ്രോഗ്രാമിലെ ആദ്യ എപ്പിസോഡിലെ സാന്നിധ്യത്തിന് ഏറ്റവും ഹൃദ്യമായ പങ്കുവെക്കലുകൾക്ക് നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം.
ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ,